ഫ്ലാഷ് ബാക്ക്. മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറ്റാവുന്ന രീതിയിൽ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് പുഷ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് വർഷങ്ങൾക്ക് ശേഷം. ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ തള്ളി മറിച്ചിട്ടുണ്ട്, ഞാൻ വിഷു തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂലടക്കം ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അബോ ആവറേജ് ആണെങ്കിൽ നമ്മളൊന്ന് ഇനീഷ്യൽ വേണമല്ലോ മനുഷ്യൻ. അപ്പം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കുനിഞ്ഞോളൂ. മതിയോ? അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ. മതിയോ? സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. കാരണം വർഷങ്ങൾക്ക് ശേഷം ഹിറ്റാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എക്സലന്റ് അല്ലാന്ന് എനിക്കറിയാം. അതും എനിക്കറിയാം. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. കാരണം ഞാൻ മാത്രമേ, കാരണം പ്രണവ് പ്രൊമോഷൻ പറ്റില്ല, ഒബ്വിയസ്ലി വരില്ല. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? ഇറങ്ങി വേടാ. നിവിൻ വരില്ല. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. അമ്മ വന്നില്ല, കല്യാണി വന്നില്ല. ഏട്ടനും വിശാഖം കൊണ്ട് എത്ര മുക്കിയാലും ഒരു പരിപാടി ഇവിടെ നടക്കാൻ പോകില്ല. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ബേസിലിനെ കൊണ്ടുവരണം. ഒന്നിനുമല്ല, എനിക്ക് തിരിച്ചു പറയാൻ എനിക്കൊരാള് വേണം. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. ഞാൻ അവനെ പ്രൊവോക്ക് ചെയ്യും, കുത്തും, കൗണ്ടർ കിട്ടാൻ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? എടാ മോനെ, അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.